ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് 7ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആയിരുന്നു ഇന്ന് വിക്ടേഴ്സിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഹൗ ഫാർ ഇസ് ദ റിവർ എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം എടുക്കുകയും പിന്നെ കുറച്ച് വർക്ക്ഷീറ്റും ആയിരുന്നു ഇന്ന് തന്നിട്ടുണ്ടായിരുന്നത്. ആ വർക്ക്ഷീറ്റുകളിലും ക്ലാസ്സിലോട്ടും നമുക്ക് പോവാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഹായ് പറയാനുള്ള കൂട്ടുകാരോട് ഹായ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആരോമലിൻ്റെ അനിയൻ ആരോള്, റുഷ്ദ, അനന്യ, ഹഫ്ന, രമ്യ, ജുവാന, വർദ്ധ, അപ്സര പി, ആഷിഖിൻ്റെ കാക്കു, സിനാന്, മുഹമ്മദ് റാദിൻ കെ, ഫാദി മുഹമ്മദ് റയ്യാൻ, ആർദ്ര, പാർവതി, നീമ, രജ ഫാത്തിമ, ആദിത്യൻ ബിജുവിൻ്റെ അനിയൻ കിച്ചു, ലാവണ്യ കെ വി, ഫാത്തിമ റിഫ, ഫിദ, വേദ എം, രസ്ന, ആദിത്യ അമ്മു, മിസ്ബ, റുമാന, ഹിസാന മെഹറിൻ, ഫാത്തിമ മിൻഹയുടെ സിസ്റ്റർ റഫ, പിന്നെ റന, അഹമ്മദ് ജുറാജ്, ഫാത്തിമ ഷാദിയ, സാബിത്ത് നൂർ, സ്റ്റെഫി, സുമാന, ഫാത്തിമ ടി, കണ്ണൻ, ആൻറ്റോ. ഇപ്പോൾ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു ബിഗ് ഹായ് പ്ലസ് സ്പെഷ്യൽ ഹായ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഹൗ ഫാർ ഈസ് ദ റിവർ. അപ്പോൾ ടീച്ചർ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഇവൻറ്റ്സ്? അതെ, ദ ബോയ് വാണ്ടഡ് ടു സീ ദ റിവർ, സോ ഹീ സ്റ്റാർട്ടഡ് എ ജേർണി ടു ദ റിവർ. ആ ബോയ്ക്ക് റിവർ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ബോയ് റിവറിലോട്ട് ഒരു ജേർണി ആരംഭിച്ചു. സെക്കൻഡ് ഇവൻ്റ് എന്താണ്? ദ ബോയ് സോ എ വുഡ് കട്ടർ ഓൺ ദ വേ. ആ ബോയ് ഒരു വുഡ് കട്ടറിനെ കണ്ടു, അതായത് മരം മുറിക്കുന്ന ആളിനെ പോകുന്ന വഴിക്ക് കണ്ടു. ഇത്രയും ഇവൻറ്റ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏതുവരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? ദ പാത്ത് വാസ് സ്റ്റീപ്പ് മുതൽ ഓവർ ആൻഡ് ഹവർ എന്നുള്ളത് വരെയാണ് നമുക്കിന്ന് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം റീഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് റീഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ ഈ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നോക്കൂ, ദ പാത്ത് വാസ് സ്റ്റീപ്പ് മുതൽ വൺസ് ഓർ ട്വൈസ് എന്നുള്ള ഭാഗം വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. അർത്ഥമൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ വിശദമായി കേട്ടതാണ് അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നോക്കാം. അപ്പോൾ ആ ഭാഗം വായിച്ചത് നിങ്ങൾ ക്ലാസ്സിൽ കേട്ടതാണ് അല്ലേ? പിന്നെ നിങ്ങളും വായിച്ച് നോക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ വായിച്ചു തരാത്തത്. അപ്പോൾ ഡിസ്ക്രൈബിങ് വേർഡ്സ് എബൌട്ട് ദ പാത്ത്, ആ വഴിയെ പറ്റിയിട്ട് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഓതർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതൊക്കെ വേർഡ് വെച്ചിട്ടാണ്? അതെ, സ്റ്റീപ്പ്, ഡിസി, വൈൻഡിങ്. അപ്പോൾ ഈ 3 വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് പാത്ത് അല്ലെങ്കിൽ വഴി എന്നുള്ള ആ ഒരു വേർഡിനെ അവിടെ ഡിസ്ക്രൈബിങ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ഡിസ്ക്രൈബിങ് വേർഡ്സിന് നമ്മളൊരു നെയിം പറയും. എന്താണെന്ന് അറിയാമോ? അഡ്ജക്റ്റീവ്സ് എന്നാണ് ഇങ്ങനെയുള്ള ഡിസ്ക്രൈബിങ് വേർഡ്സിന് നമ്മൾ പറയുക. ഇനി ദ ഹിൽ വാസ് കവേർഡ് മുതൽ ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ് എന്ന് വരെ ഉള്ളത് ആ ഭാഗം ഒന്ന് നിങ്ങൾ നോക്കുക. ആ ഭാഗത്ത് ഇതേപോലെ ഡിസ്ക്രൈബിങ് ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണ്? അതെ, ലഷ് ഗ്രീൻ ഫേൺസ്. ഡിസ്ക്രൈബിങ് ആയിട്ടുള്ള ഭാഗം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലഷ് ഗ്രീൻ ഫേൺസ് എന്ന് പറഞ്ഞാൽ പന്നൽ ചെടി എന്നാണ് കേട്ടോ അർത്ഥം. ട്രീസ് വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്, വൈൽഡ് ഡാലിയ, പിന്നെയോ ഗോൾഡൻ ഹെഡ് അല്ലേ? ഇത്രയും സെൻറ്റൻസുകളാണ്. അതും ഡിസ്ക്രൈബിങ് വേർഡ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള സെൻറ്റൻസുകളാണ്. ഇപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു ഭാഗത്തു നിന്നുള്ള ഡിസ്ക്രൈബിങ് വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡിസ്ക്രൈബിങ് സെൻറ്റൻസസ് ആണ് ഇത്. കൂട്ടുകാരെ, ഇതാണ് കേട്ടോ ഡാലിയുടെ ഫ്ലവർ. കണ്ടില്ലേ? ഇതിങ്ങനെ എത്തി നോക്കുകയാണെന്നാണ് അവിടെ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റാണ് തന്നിട്ടുണ്ടായിരുന്നത്. നോക്കൂ. ഫോർ ദ ഫോളോയിങ് ആർ ദ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് എ പാത്ത് ടു ദ ഹിൽ, റീഡ് ദം. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടും ബി എന്ന് പറഞ്ഞിട്ട് 2 ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കണം. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ പാത്ത് വാസ് സ്റ്റീപ്പ്, ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് വൺ. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. The trees were wound in creepers, and a great wild dahlia would suddenly rear its golden head from the leaves and ferns. A trickle of water came from the hillside. The water was cold and sharp, but very refreshing. പറയുന്നത് ആ വഴിയെ പറ്റിയിട്ടാണ്, അതായത് ആ റിവർക്കുള്ള വഴിയെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. The path was steep. പിന്നെയോ ഇറ്റ് വാസ് എ ഡിസി
വൈൻഡിങ് വൺ, അതായത് തല ചുറ്റുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്, പച്ച നിറത്തിലുള്ള പന്നൽ ചെടികൾ കൊണ്ട് ആ ഒരു ഹില്ല് കവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മൂടിയിട്ടുണ്ടായിരുന്നു. ദ ട്രീസ് വർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്, അതായത് വള്ളിച്ചെടികൾ കൊണ്ട് ഉള്ളതായിരുന്നു ട്രീസ്. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ വുഡ് സഡൻലി റിയർ ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്. ലീവ്സിൻ്റെയും ഫേൺസിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് പെട്ടെന്നൊരു വൈൽഡ് ഡാലിയ തല ഉയർത്തി. പിന്നെയോ നോക്കൂ, സഡൻലി റിയർ ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് എന്നാണ് അവിടെ വിശദീകരിച്ചിട്ടുള്ളത് അല്ലേ. ആ ഡാലിയ ഗോൾഡൻ കളർ ഫ്ലവറാണ്, അപ്പോൾ ഗോൾഡൻ ഹെഡ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ് എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്, അതായത് വെള്ളം ഇങ്ങനെ ഹിൽ സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റീഫ്രഷിങ്. ആ വെള്ളം എന്തായിരുന്നു, തണുത്ത് മരവിക്കാൻ പാകത്തിനുള്ള അത്രയും തണുത്തതായിരുന്നു, പക്ഷെ അത് റീഫ്രഷിങ്ങും ആയിരുന്നു. അങ്ങനെ ഇത് ഡിസ്ക്രൈബിങ് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ബി ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ദ പാത്ത് വാസ് സ്റ്റീപ്പ്, ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ഫേൺസ്, ട്രീസ് ആൻഡ് ഡാലിയാസ്, വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്, ദ വാട്ടർ വാസ് റിഫ്രഷിങ്. ഇത്രേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എയിൽ നോക്കൂ, നന്നായിട്ട് ആ ഡിസ്ക്രിപ്ഷനിൽ നന്നായിട്ട് തന്നെ ഡിസ്ക്രൈബിങ് വേർഡ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ബി ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രൈബിങ് വേർഡ്സ് ഉൾപ്പെടുത്താതെ വെറുതെ ഇങ്ങനെ ചെറുതായിട്ട് എഴുതി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഡിസ്ക്രിപ്ഷൻ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്. ഏത് ഡിസ്ക്രിപ്ഷനാണ് ഇതിൽ മോറായിട്ട് ഇൻട്രസ്റ്റിംഗ് ചെയ്യുന്നത്? നന്നായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഏതാണ്? എ ആണോ ബി ആണോ? അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ എ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ഡിസ്ക്രിപ്ഷൻ ബി because description A is used writing with the describing words, so that description A is better than B. ഇപ്പോൾ എന്താ പറയുന്നത്, ഡിസ്ക്രിപ്ഷൻ എ ആണ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ഇതിൽ എന്താണ്, ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ബിയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ദാറ്റ് ഡിസ്ക്രിപ്ഷൻ എ ഈസ് ബെറ്റർ ദാൻ ബി. Second question, list the words which add greater effect to the description. അതായത് ഇതിൽ ഗ്രേറ്റർ എഫക്റ്റ് കൊടുത്തിട്ടുള്ള, ആ ഡിസ്ക്രിപ്ഷന് ഗ്രേറ്റർ എഫക്റ്റ് കൊടുത്തിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്നാണ്. ഡിസി, വൈൻഡിങ്, ലഷ്, വൗണ്ട്, ഗ്രേറ്റ്, വൈൽഡ് ഡാലിയ, ട്രിക്കിള്, കോൾഡ് ആൻഡ് ഷാർപ്പ്, റീഫ്രഷിങ്. ഇതൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്. ആ പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ഒന്ന് എഴുതാനാണ്. കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്, ട്രീസ് ആൻഡ് ഡാലിയാസ്. ഇത് എന്താണ്, അതെ, ആ പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഭാഗമാണ്. നമ്മൾ ഇന്ന് വായിച്ചതിൽ ഒരു പ്രധാന ഇവൻ്റാണ് ദ ബോയ് മെറ്റ് എ ഗേൾ. ആ ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയില്ലേ, ഒരു ഭാഗം. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ നോക്കാം, നമ്മുടെ പാഠഭാഗത്തു നിന്ന് കുറച്ചുകൂടെ നോക്കാം. ഒരു പെൺകുട്ടിയെ വിവരിക്കുന്ന ഒരു പാസേജ് നമ്മുടെ പാഠത്തിലുണ്ട്, നോക്കൂ. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിംഗ് ഗ്രാസ്. The bangles she wore made music when she moved her hands, and it was as though the hands spoke a language of their own. ഇങ്ങനെയായിട്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, ആ പെൺകുട്ടീനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഭാഗം നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ വായിച്ചപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഗുഡ് ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് നോക്കുന്നത്. ദ എലമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ. ഇൻട്രൊഡക്ഷൻ വേണം. ഇൻട്രൊഡക്ഷനിൽ ദ നെയിം ഓഫ് ദ പേഴ്സൺ, ആ പേഴ്സൻ്റെ നെയിമോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ. വെൻ, വേർ ആൻഡ് ഹൗ യു ഫസ്റ്റ് മെറ്റ്, നമ്മളെപ്പോഴാണ് ആദ്യം കാഴ്ച, അങ്ങനെയൊക്കെ ജസ്റ്റ് നമുക്ക് അറിയെങ്കിൽ അത് ഉൾപ്പെടുത്തുക. ഹിമ്മാണോ ഹെയറാണോ എന്ന് ഉൾപ്പെടുത്തുക. പിന്നെ മെയിൻ ബോഡി, അതെങ്ങനെ ഇരിക്കണം. ദ ഫിസിക്കൽ അപ്പീരിയൻസ്, ആ ആരുടെയാണോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത് അവരുടെ ഫിസിക്കൽ അപ്പീരിയൻസ് എഴുതണം. അതായത് ഫേഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ക്ലോത്ത്സ് വോൺ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാം. പിന്നെ പേഴ്സണൽ ക്വാളിറ്റീസ് എഴുതണം. പേഴ്സണലായിട്ടുള്ള ക്വാളിറ്റീസ്, നമ്മൾ സ്മാർട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എഴുതാം. പിന്നെ ഹോബീസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്സ്, അതൊക്കെ എഴുതാം. എന്തൊക്കെയാണ് അവരുടെ ഹോബി, അതൊക്കെ എഴുതാം കേട്ടോ.
കൺക്ലൂഷൻ അതാണ് നെക്സ്റ്റ്. കമൻറ്റ്സ് ആൻഡ് ഫീലിങ്സ് അബൌട്ട് ദ പേഴ്സൺ. ആ പേഴ്സണെ പറ്റിയുള്ള കമൻസും ഫീലിങ്സൊക്കെ ഉൾപ്പെടുത്താനുള്ള വേയാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ ടീച്ചർ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരാളെ പറ്റിയിട്ട് എഴുതിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. Alyani is a tall, slim girl in her early 20s. She has got black hair and brown eyes. She usually wears churidar. ഇങ്ങനെയുള്ള അപ്പീരിയൻസും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ടീച്ചർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒരു വർക്ക്ഷീറ്റാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 16 ഒരു വർക്ക്ഷീറ്റാണ് കേട്ടോ. Read the description about the boy in the story How Far is the River. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. He was about 12 years old. അവൻ 12 വയസ്സുള്ളൊരു കുട്ടിയാണ്. A sturdy boy with untidy black hair and shining black eyes. He had fine features and a clear brown skin. But his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and cool grass. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അർത്ഥമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം നമ്മളിത് പഠിച്ചതാണ്. അതുമല്ല നമ്മൾക്ക് അറിയാം ഒരു ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക അതൊക്കെ അല്ലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ആർ ദ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ദ ബോയ്. അപ്പോൾ അതിൽ ഫിസൈക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹെയർ, ഐസ്, സ്കിന്ന്, ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, ഇതിനൊക്കെ പറ്റിയിട്ട് എന്താണ് ആ കുട്ടീനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്തതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഞാൻ എഴുതിയത് കാണിച്ചു തരാം. ഫീക്കിൽ നമ്മൾ എഴുതേണ്ടത് സ്റ്റഡി എന്നാണ്. ഹെയറിൽ നമ്മൾ എഴുതേണ്ടത് ബ്ലാക്ക്, പിന്നെ ഐസ് ബ്ലാക്ക്, സ്കിൻ ബ്രൗൺ, ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് ബി. ദ ബോയ് മീറ്റ്സ് എ ഗേൾ ഓൺ his way to the river. Describe the girl with reference to the following. Write it below. അപ്പോൾ അപ്പീരിയൻസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ അവൻ കണ്ട ഒരു പെൺകുട്ടീനെ പറ്റിയിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നിരിക്കുന്നതിൽ നമുക്കിപ്പോൾ പറഞ്ഞതിൽ അങ്ങനെ അപ്പീരിയൻസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ഇതൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലേ. ഞാൻ എഴുതിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. Description of the girl. The 13-year-old girl is slim and beautiful. ഞാനിപ്പോൾ വയസ്സ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു 13 വയസ്സ് കൊടുത്ത കേട്ടോ. ഷീ ഹാസ് ലോങ് തിക്ക് ഹെയർ, ഐസ് ആർ ബ്ലാക്ക് ആൻഡ് ഷൈനിങ്. ഷീ ഈസ് ടോക്കറ്റീവ് ആൻഡ് സ്മാർട്ട്. ഷീ ഈസ് റിയലി ഫ്രണ്ട്ലി ബട്ട് എ ലിറ്റിൽ അബ്സെൻറ്റ് മൈൻഡഡ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്, ടോക്കറ്റീവ് ആൻഡ് സ്മാർട്ട് അതൊക്കെ ആണല്ലോ അല്ലേ. അവൾ പറഞ്ഞു ഒരു ഇതുമില്ലാതെ പറഞ്ഞല്ലോ, 20 മൈൽസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അബ്സെൻറ്റ് മൈൻഡഡ് എന്ന് പറഞ്ഞത് അവൾ 20 മൈൽസ് എന്ന് പറഞ്ഞത് അവൾ വേറെ എന്തിനോ പറ്റിയിട്ട് ചിന്തിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഇവിടെ വെള്ളത്തിനെ എങ്ങനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്, എന്ത് ഡിസ്ക്രൈബിംഗ് വേർഡ് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? അതെ, ട്രിക്കിൾ വാട്ടർ എന്നാണ് അല്ലേ. നെക്സ്റ്റ് 12 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. എ. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇവിടെ അഡ്ജക്റ്റീവ്സിനെ പരിചയപ്പെടുത്തുന്ന ആ ഒരു ഭാഗം കേട്ടോ. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. എ. ദ ബോയ് വാക്ക്ഡ് എലോങ് ദ പാത്ത്. ഒരു ബോയ് വാക്ക് ചെയ്തു എലോങ് ദ പാത്ത്. പിന്നെ ബി എന്താണ്, ദ സ്റ്റഡി ബോയ് വാക്ക്ഡ് എലോങ് ദ സ്റ്റോണി പാത്ത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റഡി എന്നൊരു വേർഡ് ബബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് സി ആണ്. ദ യങ് ബെയർഫൂട്ടഡ് സ്റ്റഡി ബോയ് വാക്ക്ഡ് അലോങ് ദ സ്റ്റോണി പാത്ത്. അവിടെ നിങ്ങൾക്ക് കാണാം യങ്, ബെയർഫൂട്ടഡ്, സ്റ്റഡി എന്നുള്ളതൊക്കെ എന്താണ്, അതെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ സ്റ്റോണിയും എന്താണ് ഡിസ്ക്രൈബിംഗ് വേർഡാണ്. ഇനി ഇതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് സെൻറ്റൻസ് ടെൽ യു മോർ എബൌട്ട് ദ പ്ലേസ് ആൻഡ് ദ ബോയ്. ആ പ്ലേസിനെയും പിന്നെ ബോയിനെയും പറ്റിയിട്ടുള്ളതിനായിട്ട് കൂടുതലായിട്ടും പറയുന്ന ആ ഒരു സെൻറ്റൻസ് ഏതാണ്? എ, ബി, സി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേതാണ്? യെസ്, സി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ദ യങ് ബെയർഫൂട്ടഡ് സ്റ്റഡി ബോയ് വാക്ക്ഡ് അലോങ് ദ സ്റ്റോണി പാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർക്കിൾ ദ വേർഡ്സ് ദാറ്റ് ഗീവ് മോർ ഇൻഫോർമേഷൻ. അപ്പോൾ കൂടുതലായിട്ടും ഇൻഫോർമേഷൻ തരുന്ന വേർഡ്സ് നമ്മൾ സർക്കിൾ ചെയ്യാനാണ്, അതായത് ബബിൾ ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. യങ്, ബെയർഫൂട്ടഡ്, സ്റ്റഡി, സ്റ്റോണി. അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വേർഡ്സ് വിച്ച് ഡിസ്ക്രൈബ് നൗൺസ് ഓർ പ്രൊനൗൺസ് ആർ
termed as describing words or adjectives. നൗൺസ്, പ്രൊനൗൺസ് എന്നിവയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നു. Here is an extract from the story How Far is the River. Read it carefully. അപ്പോൾ ഇവിടെ ഒരു പാസേജ് ഉണ്ട്, അതും എവിടെ നിന്നാണ്, നമ്മുടെ സ്റ്റോറിയിൽ നിന്നുള്ളൊരു പാസേജാണ്. അതൊന്ന് കെയർഫുള്ളി ആയിട്ട് റീഡ് ചെയ്യാനാണ്. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ് ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill and the dusty path became hotter, the stones scorching the boy's feet. He was sure he had gone halfway. He had walked for over an hour. ഓക്കെ, അപ്പോൾ ഇത് വായിക്കാൻ കെയർഫുള്ളി ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. Now pick out the describing words and naming words from the extract and stick them on the bags given below. One each has been done for you. ഡിസ്ക്രൈബിംഗ് വേർഡ്സും നെയിമിംഗ് വേർഡ്സും ആയിട്ട് എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ വായിച്ചതെന്ന് എടുത്തിട്ട്, അപ്പോൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സിൽ നെയിമിംഗ് വേർഡ്സിൽ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, കോൾഡും നെയിമിംഗ് വേർഡ്സിൽ വാട്ടറും. അപ്പോൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സിൽ നമുക്ക് ഷാർപ്പ് എഴുതാം, നെയിമിംഗ് വേർഡ്സിൽ ഹിൽ സൈഡ് എഴുതാം, പിന്നെ ഡിസ്ക്രൈബിംഗ് വേർഡ്സിൽ റീഫ്രഷിംഗ് എഴുതാം, പിന്നെ നെയിമിംഗ് വേർഡ്സിൽ ബോയ് എന്നും എഴുതാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ വർക്ക്ഷീറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയി കാണുന്നതിലേക്കും ബൈ ബൈ, സീ യു.